എന്നോട് ചില ബാറുടമകൾ ഉൾപ്പെടെ അവരുടെ പരാതി എന്ന രീതിയിൽ പറഞ്ഞത്, അവിടെ ചെന്ന് കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നു എന്നുള്ള പരാതികൾ നിലവിലുണ്ട്. ആദ്യം ഒരു ഉയർന്ന തലത്തിലുള്ളവരുടെ വരവ് വരുന്നു, അവർക്ക് കൊടുക്കേണ്ടി വിടുന്നു. അത് കഴിഞ്ഞ് താഴെത്തട്ടിലൊരു സെറ്റ് വന്നിട്ട് വീണ്ടും ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. നടക്കില്ല കേട്ടോ, നടക്കില്ല. അത്തരം ഒരു തരത്തിലും അനധികൃതമായ ഒരു ഗിഫ്റ്റുകൾക്കുമുള്ള ഒരു റൈറ്റും നമുക്കാർക്കുമില്ല. ഈ ഒരു മേഖലയിൽ നിയമപരമായ കാര്യങ്ങൾ നിയമാനുസൃതമായി നടത്തിക്കൊണ്ടു പോകുന്നുള്ളതാണ് ഈ ഫോഴ്സിൻ്റെ ദൗത്യം. അല്ല അവിടെ ചെന്ന് അവരുടെ അനധികൃത സൗകര്യങ്ങൾ വാങ്ങുകയും അവരിൽ നിന്ന് കൃത്യമായിട്ട് ഇത്ര കേസ് അങ്ങ് എത്തിച്ചേരെന്ന് പറയുന്ന ഇടപാട് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നടക്കില്ല എന്ന് പറയാൻ കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഇവരിപ്പോൾ വളരെ കൃത്യമായി ഇത്തരമൊക്കെ ക്യാപ്ചർ, ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ബട്ടൺ ക്യാമറ വെച്ചോ, വല്ല വീഡിയോ ഇത് ഷൂട്ട് ചെയ്യണം പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ വാങ്ങാൻ വരുന്ന ആളുകളുടെ കാര്യത്തിൽ വളരെ കൃത്യമായി ആവശ്യമാണെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനുള്ള സാധനം തരാം, പ്രൊവൈഡ് ചെയ്യാം. എല്ലായിടത്തും കൊടുക്കണമെന്നല്ലേ ഉള്ളൂ, ചെറിയൊരു കാര്യം കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. ക്യാപ്ചർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ദയവായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതൊന്നും നടക്കില്ല. ബാറ് ചെന്നിട്ട് സാധനം മേടിച്ചുകൊണ്ട് പോയി എന്നിട്ട് വെളുപ്പിന് 5 മണി വരെ തുറന്നു എന്ന് പറയുന്ന ഇടപാട് ദയവായിട്ട് ഇവിടെ നടക്കില്ല. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റിടപാടുകൾ ഇവിടെ നടക്കുക എന്നുള്ളത് നടക്കില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവേണ്ട ഫോഴ്സ് അതാണ്, നമ്മുടേതാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് നിറവേറ്റണം. ഞാനിതെല്ലാം പറഞ്ഞത് ഒരിക്കലും നിങ്ങളുടെ മൊറയിൽ ഡൗൺ ആക്കാൻ പറയുന്നതല്ല. നിങ്ങളെടുക്കുന്ന എഫർട്ടിനെ അങ്ങേറ്റം ഉയർന്ന തരത്തിൽ അപ്രീഷിയേറ്റ് കൊണ്ട് തന്നെയാണ്. കാരണം ഇത്രയും ചെറിയൊരു ഫോഴ്സ് ഇത്രയും ഒരു എൻഫോഴ്സ്മെൻറ്റ് നടത്തുന്നത് അങ്ങേറ്റം അപ്രീഷിയബിളാണ്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങേറ്റം മികച്ചതാണ്.